അഫാന്റെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. അഫാന്റെ സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫർസാനെ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കസ്റ്റഡിയിൽ ലഭ്യമായാൽ ഇരുവരെയും കൊലപ്പെടുത്തിയ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയപ്പോഴും ഈ അഫാൻ ഒരു കൂസലും ഇല്ലാതെയാണ് പെരുമാറിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ശാലിനി ചേരുന്നു. ശാലിനി, വിവരങ്ങൾ. ദുർഗ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ നിർണായകമായിട്ടുള്ള അടുത്തഘട്ട തെളിവെടുപ്പ് ഇന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെഞ്ഞാറമൂട് പോലീസ് ഇന്ന് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് അഫാൻ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കൊലപാതകങ്ങളിൽ, അതായത് അഫാന്റെ ഉപ്പയുടെ സഹോദരൻ അബ്ദുൾ ലത്തീഫിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും കൊലപാതകത്തിൽ പോലീസ് തെളിവെടുപ്പിന് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോരുന്നത്. ഏകദേശം 7-ലധികം സ്ഥലങ്ങളിലാണ് അഫാനെ തെളിവെടുപ്പിന് എത്തിച്ചിരുന്നത്. യാതൊരു രീതിയിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങളോ ഒന്നും തന്നെ അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യാതൊരു മുഖവ്യത്യാസങ്ങളോ ഭാവവ്യത്യാസങ്ങളോ ഒന്നും തന്നെ അഫാനിൽ അന്ന് പ്രകടമായിരുന്നുമില്ല. പോലീസിനോട് പക്ഷേ സഹകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. സമാനമായി തന്നെ ഇന്നും വെഞ്ഞാറമൂട് പോലീസ് ഈ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ, അതായത് അഫാന്റെ സഹോദരൻ അഫ്സാനെയും ഒപ്പം തന്നെ പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലെത്തിച്ചായിരിക്കും ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാവുക. ആ തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കാരണം 5 പേരുടെ കൊലപാതകമാണ്. ആ ഒരു കൂട്ടക്കൊലപാതകത്തിന്റെ നടുക്കൽ ഇതുവരെ വെഞ്ഞാറമൂട് മേഖലയിലെ ആൾക്കാർക്ക് മാറിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഘട്ടത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് വ്യക്തത തേടുന്നത്. ഇപ്പോഴും പല കാര്യങ്ങളിലും അവ്യക്തതകളും ആശങ്കകളും ഈ ഘട്ടത്തിലും തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ കരുതിക്കൂട്ടി ചില ഗൂഢാലോചനകൾ അഫാൻ നടത്തിയിട്ടുണ്ട്. കൊല ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ചുറ്റിക കാശ് കൊടുത്ത് വാങ്ങുന്നു. ഒപ്പം തന്നെ ഗൂഗിളിലും യൂട്യൂബിലും അടക്കം ചില കാര്യങ്ങൾ സെർച്ച് ഹിസ്റ്ററി സൈബർ പോലീസിന്റെ സഹായത്തോടെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് സംശയങ്ങളും ദുരൂഹതകളും ഇപ്പോഴും തുടരുകയും ചെയ്തു. ഒപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധി, അതായത് ഇത്രയധികം ഒരു കൊലപാതകം നടത്താനോ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തന്റെ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അഫാന്റെ ഉപ്പ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും തന്റെ മകനെ തള്ളിപ്പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ തള്ളിപ്പറയാത്ത സാഹചര്യത്തിലേക്ക് ഉമ്മ തുടരുന്ന പശ്ചാത്തലവും ഈ കേസിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യതയുടെ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് കടക്കുകയാണ്. എന്തായാലും 60 ലക്ഷം രൂപയോളം സാമ്പത്തിക ബാധ്യത ഉണ്ട് ഈ കുടുംബത്തിന് എന്നുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കൂടിയാണ് ഈ അന്വേഷണ സംഘങ്ങൾ എത്തുകയും ചെയ്യുന്നത്. 3 കേസുകളാണ് പ്രധാനമായും ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസുകളിലെല്ലാം അന്വേഷണം ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണോ, മറ്റേതെങ്കിലും കാരണമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഒപ്പം തന്നെ വ്യക്തിവൈരാഗ്യമുണ്ടോ, ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും ഇതിൽ സഹായം നൽകിയതായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും അതിനൊക്കെ ഒരു നിർണായക ഘട്ടം കൂടിയാണ് ഈ തെളിവെടുപ്പ്. എന്തായാലും ഇന്ന് രാവിലെയോട് കൂടി വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡി വാങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. ഞായറാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികൾ അടക്കമുള്ളവർ വൈകാരികമായി പ്രതികരിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പ് മാറ്റിവെക്കാനുള്ള സാധ്യതകളും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും അന്തിമമായ തീരുമാനം അല്പസമയത്തിനകം അറിയാൻ സാധിക്കും. എന്തായാലും ഇന്ന് തന്നെ കസ്റ്റഡിയിൽ കിട്ടുകയാണെങ്കിൽ തെളിവെടുപ്പ് നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കാനാണ് വെഞ്ഞാറമൂട് പോലീസ് ആലോചിക്കുകയും ചെയ്യുന്നത്. ദുർഗ, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. അഫാനെ ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയുന്നത്. തെളിവെടുപ്പും ഇന്നുണ്ടാകും. അതുമാത്രമല്ല, ശാലിനി പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ് ദുർഗ, അതുകൊണ്ട് തന്നെ പരിസരങ്ങളിലെല്ലാം വീടുകളിലെല്ലാം ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ വൈകാരികമായി പ്രതികരിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിഷയമാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തെളിവെടുപ്പ് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പൂർണ്ണ ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ്. മണിക്കൂറിൽ എന്തായാലും നമുക്കറിയാം ബാക്കി അപ്ഡേറ്റ്സ്.